തുറക്കുമ്പോൾ അതിലെ വരികൾക്കിടയിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്നത് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞേക്കും. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ അലർച്ചകൾ അതിലുണ്ടാകും. ഒരുപാട് കാലം ചലനമറ്റ് കിടന്ന പുഷ്പന്റെ ത്യാഗവും വേദനയും അത് പറയും. ടി.പി. ശ്രീനിവാസനെ പോലെ ഒട്ടേറെ പേരുടെ കണ്ണുനീരിന്റെ ഉപ്പുണ്ടാകും. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ തെരുവിൽ തല്ലുകൊണ്ട ഒട്ടേറെ സഖാക്കളുടെ ചോരപ്പാടുകൾ ഉണ്ടാകും. ഒരു ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികളായതുകൊണ്ട് തെരുവിൽ തെറിയഭിഷേകം കൊണ്ടും സ്വകാര്യ മുതലാളിമാരുടെ ദല്ലാൾമാർ എന്നും പഴികേട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ മാനത്തിന്റെ വിലയുണ്ടാകും. ആ ഫയലുകളിലെ ഇതുവരെ ഉറക്കിക്കിടത്തിയ അക്ഷരക്കൂട്ടുകൾക്കിടയിൽ ഇന്ന് ഈ ബില്ലിന്റെ 2-3 വായനയ്ക്ക് മുമ്പെങ്കിലും എല്ലാം മറന്ന് ഒരു മാപ്പ് എന്ന 2 അക്ഷരമെങ്കിലും താങ്കൾ ഉരിയാടണം. എന്നിട്ട് ബില്ലിന്റെ അനന്തര നടപടികളിലേക്ക് കടക്കാവൂ എന്ന് താങ്കളുടെ സബ്ജക്ട് കമ്മിറ്റിയിലെ ഒരു എളിയ അംഗം എന്നുള്ള നിലക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ സോവിയറ്റ് യൂണിയനിൽ ഇരുമ്പ് മറക്കുള്ളിൽ തലക്കപ്പെട്ട സത്യങ്ങളെ ഗ്ലാസ്നെസ്റ്റ് പെരിസ്ട്രോയിക്കിലൂടെ തുറന്നുവിട്ട മീഖായേൽ ഗോർബച്ചേവിനെ പോലെ കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നലെകളുടെ തെറ്റിന് മാപ്പ് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത ഒരാളായിരിക്കും താങ്കൾ അറിയപ്പെടും. സർ, 2003 UGC സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാമെന്നുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത്. അങ്ങനെ അന്നു മുതൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു. 28ാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. 27 സംസ്ഥാനങ്ങളിലായി 500ഓളം സ്വകാര്യ സർവകലാശാലകൾ ഇതിനകം തന്നെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. 2011-16 കാലഘട്ടത്തിലാണ് P.K. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സിറിയക് തോമസിനെയും T.P. ശ്രീനിവാസനെയും അടക്കമുള്ള വിദഗ്ധന്മാരുടെ കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റി 2015 സെപ്റ്റംബറിൽ റിപ്പോർട്ട് നൽകി. CPMന്റെ അക്കാലത്തുള്ള എതിർപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. 2016 ജനുവരി 29 കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ CP ശ്രീനിവാസന്റെ ഏറ്റ മർദ്ദനം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അന്ന് SFIയുടെ സെക്രട്ടറി ആയിരുന്ന വിജിൻ ഇപ്പോൾ ഈ സഭയിലുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഈ സമയത്ത് കാണാതിരിക്കുന്നത് ദുരൂഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ അതിനുശേഷം വന്ന 2 ഇടതുപക്ഷ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ ശ്രീ രവീന്ദ്രനാഥും MA ബേബിയും അവർ രണ്ടുപേരും ഈ സ്വകാര്യ സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ സഭയിൽ പോലും രവീന്ദ്രനാഥ് സ്വാശ്രയ സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞതും നമുക്കിവിടെ മറക്കാൻ കഴിയില്ല. പക്ഷേ കാലം നിങ്ങളെ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതിക്കളി നിങ്ങളെത്താൻ എന്ന് കുമാരനാശാൻ പാടിയതുപോലെ CPMനെ ഇപ്പം മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം. ഇപ്പോൾ 22 വർഷങ്ങൾക്കാണ് നിങ്ങൾക്ക് നയമാറ്റം സംഭവിച്ചിട്ടുള്ളത്. കുട്ടികളെ വിദേശ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കുക മാത്രമല്ല, അത് ഒരു ബില്ലിലൂടെ തടയുമെന്ന് പോലും മന്ത്രിക്ക് പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചത് CPMന്റെ പഴയകാല നിലപാടുകളായിരുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോളിടെക്നിക്കിന് സ്വകാര്യ മേഖലയിൽ കൊടുത്തപ്പോൾ അന്ന് SFIക്കാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്: പാലക്കാട്ടെ പട്ടന്മാർക്കും പാലായിലെ പാതിരിമാർക്കും കോഴിക്കോട്ടെ കോയന്മാർക്കും പണയം വെക്കാനുള്ളതല്ല കേരളത്തിലെ വിദ്യാഭ്യാസം. ആ CPM ഇന്ന് ഈ രീതിയിൽ മാറിയതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് 25 കൊല്ലം മുമ്പ് വന്ന ബുദ്ധി 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് CPMനും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടായത് എന്നുള്ളത് സന്തോഷകരമാണ്. ഈ ബില്ല് 2015 വന്ന സമയത്ത് പോലും CPM ബുദ്ധിജീവിയായ CP നാരായണൻ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് ദുഷ്ടലാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം എഴുതിയത്. എന്തായാലും ആ നയത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ നയത്തെ പോലും എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ പോലും ബോധ്യമാകാത്ത വിധത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിച്ചത് മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുക എന്നതും മാർക്സിയൻ നിലപാടാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇങ്ങനെ വളച്ചൊടിക്കാൻ തിരിച്ചും മറിച്ചും വളച്ചൊടിക്കുമ്പോൾ ഓന്തുപോലും നാണിക്കും സർ. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് പണ്ട് പറഞ്ഞൊരു തത്വത്തെ പോലെ പറയുന്ന ഒരു വാക്കുകളെ പോലെ ഈ CPM ഏത് നിലപാടെടുത്താലും അത് ശുദ്ധമാകുന്ന വിധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സർ, ഈ ബില്ലിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഞാനതിലേക്ക് വരികയാണ് സർ. ഫീസ് സത്യത്തിൽ ഈ സർക്കാരിന് ഫീസ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു റോളുമില്ല. ഈ ബില്ല് നോക്കുമ്പോൾ സർക്കാർ ഈ 10 ഏക്കർ ഭൂമിയും 25 കോടിയും ഉണ്ടെങ്കിൽ ഇവിടെ ഏത് മുതലാളിമാർക്കും വിദ്യാഭ്യാസ കച്ചവടത്തിന് ഉതകുന്ന വിധത്തിൽ ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങള്
ഞങ്ങളുടെ കാലത്താണെങ്കിൽ എന്തൊക്കെയാണ് കൊട്ടിഘോഷങ്ങൾ നടത്തുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 25 കോടി എന്നുള്ളത് കാശല്ലല്ലോ പ്രധാനം, 10 ഏക്കർ ഭൂമിയല്ല. ആ ഏജൻസിയുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് സർ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ആബിദ് സർ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ദലിത് SC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. പക്ഷേ പിന്നോക്ക ന്യൂനപക്ഷങ്ങളിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഫീസ് ഇളവ് BPL വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് കൊടുക്കാൻ യാതൊരു പരിഗണനയും ഈ ഇതിന്റെ കാര്യത്തിൽ പറയുന്നില്ല. സംവരണതത്വം പാലിക്കുന്നില്ല. സംവരണതത്വം പാലിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. 40% എന്ന് പറയുന്നത് 2025 സുപ്രീം കോടതി ഡയറക്ഷൻ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ ആ ഡയറക്ഷൻ നിലക്കുന്നിടത്തോളം കാലം സംവരണതത്വം ഈ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ ജനങ്ങളെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം സംവരണമുണ്ടോ എന്ന് ചോദിച്ചാൽ സംവരണമുണ്ട്. എന്നാലോ സംവരണം ഒട്ടും കിട്ടുകയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ബില്ല് ആ രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്ന് പറയുന്നുണ്ട്. ഈ മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്ന് പറയുന്നത് UGCയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, UGC ഡയറക്ഷന് വിരുദ്ധമാണ്. അത് പറഞ്ഞത് 5 വർഷം കഴിഞ്ഞിട്ട് മാത്രം 5 വർഷത്തിന് ശേഷം മാത്രമേ ഒരു സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട് 5 വർഷത്തിന് ശേഷം മാത്രമേ അവിടെ ഓഫ് ക്യാമ്പസും അതുപോലെ തന്നെ സ്റ്റഡി സെന്ററുകൾ സ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഈ ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്ന ഏതോ സ്വകാര്യ മുതലാളിമാർക്ക് സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബില്ലാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും ന്യായമായി സംശയിക്കുന്നുണ്ട്. ആ ഏജൻസിക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഓഫ് ക്യാമ്പസുകളും സ്റ്റഡി സെന്ററുകളും ഇപ്പൊ തന്നെ തുടങ്ങാൻ പറ്റുന്ന പാകത്തിലാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്ന് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ ബില്ലിൽ പ്രധാനമായിട്ടും ബില്ലിന്റെ 2ാം ഭാഗം എന്ന് പറയുന്നത് അക്കാഡമിക് കൗൺസിൽ എന്താണ് നിർവചിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഠന വകുപ്പുകൾ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഇതൊക്കെ എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. എന്നാൽ ഈ ബില്ലിൽ എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്നുള്ളത് എവിടെയും നിർവചിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസ് എന്നുള്ളത് ഒരിക്കലും ഈ ബില്ലിൽ ഒരിടത്ത് പോലും എന്താണ് അതിന് നിർവചനം പറയുന്നില്ല. മറ്റെല്ലാറ്റിനും നിർവചനമുണ്ട്. അതുപോലെ തന്നെ സർ ഈ ബില്ല് വരുമ്പോൾ നമുക്ക് നാളെ വരാൻ പോകുന്ന സർവകലാശാലകളുടെ സ്വകാര്യ ബില്ല് പോലും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. ആ രീതിയിൽ പറയുമ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. പക്ഷേ ഈ സ്വകാര്യ സർവകലാശാല ബില്ല് വരുന്നതോടുകൂടി നമ്മുടെ ഈ മറ്റു പൊതു സർവകലാശാലകളുടെ ചരമഗീതം ബഹുമാനപ്പെട്ട മന്ത്രി എഴുതുകയാണ്. ONV പണ്ട് ചരമഗീതം ഭൂമിക്കൊരു ചരമഗീതം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഇവിടെയുള്ള പൊതു സർവകലാശാലകൾക്ക് ഒരു ചരമഗീതം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സർ ഈ ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ബില്ലിൽ എല്ലായിടത്തും ഹിസ് ഹിം എന്ന് പറഞ്ഞ ജെൻഡർ ഒരു ജെൻഡർ മര്യാദ കാണിക്കാൻ ഈ ബില്ല് പ്രത്യേകിച്ചും ബില്ലിൽ എവിടെയും കാണിക്കുന്നില്ല. എല്ലായിടത്തും പുരുഷ അഭിസംബോധന മാത്രമാണ് ഈ ബില്ലിലുള്ളത്. എവിടെയും ഈ ബില്ലിൽ ജെൻഡർ ഇക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഇത് പറയുന്നില്ല. UDF ഇങ്ങനെ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി ഇങ്ങനെ സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്വാശ്രയ സർവകലാശാലകൾ കൊണ്ടുവന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശക്തമായിട്ടുള്ള ഒരു റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ റെഗുലേറ്ററി കമ്മിറ്റി UDF ഇതിന്റെ കാര്യത്തിലും സ്വാശ്രയ കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഇതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല എന്തെങ്കിലും പരാതികൾ ഫീസിന്റെ കാര്യത്തിലോ മറ്റു വിദ്യാർത്ഥികൾ നേരിടുന്ന പീഡനത്തിന്റെ കാര്യത്തിലോ പരാതി കൊടുക്കണമെങ്കിൽ ഒരു അപ്പലറ്റ് അതോറിറ്റി, ഒരു അപ്പീൽ കമ്മിറ്റി പോയിട്ട് അതിന് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു പരിഹാരം സത്യത്തിൽ സർ ഈ ബില്ലിൽ കാണുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഈ ബില്ലിന് ഞാൻ എതിർക്കുകയാണ്. ഇതിന് വിയോജനം രേഖപ്പെടുത്തുകയാണ് സർ.